നമസ്കാരം. ഇന്ത്യയും ന്യൂസിലൻഡും തിങ്കളാഴ്ച സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു. ഈ വർഷം അവസാനത്തോടെ നിലവിൽ വരാൻ സാധ്യതയുള്ള ഈ കരാർ ന്യൂസിലൻഡ് പാർലമെന്റ് അംഗീകരിക്കേണ്ടതുണ്ട്. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ ന്യൂസിലൻഡ് വ്യാപാര മന്ത്രി ടോഡ് മക്ലെയും ഇന്ത്യയുടെ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലുമാണ് കരാർ രേഖകളിൽ ഒപ്പുവെച്ചത്. ഒപ്പുവെച്ച കരാർ ന്യൂസിലൻഡ് പാർലമെന്റിന്റെ വിദേശകാര്യ പ്രതിരോധ വ്യാപാര സമിതി പുനഃപരിശോധിക്കും. പൊതുജനങ്ങളുമായിട്ടുള്ള കൂടിയാലോചനകൾ ഉൾപ്പെടെയുള്ള ദേശീയ താൽപര്യ വിശകലനത്തിന് ശേഷം സമിതി പാർലമെന്റിൽ റിപ്പോർട്ട് സമർപ്പിക്കും. ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാകാൻ കുറഞ്ഞത് 6 മാസമെങ്കിലും എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലുമായി ചേർന്ന് നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ന്യൂസിലൻഡ് മന്ത്രി ടോഡ് മക്ലെ പറഞ്ഞതിങ്ങനെയാണ്: സുഹൃത്തുക്കളെ, ന്യൂസിലൻഡ് ഇന്ത്യ ബന്ധത്തിലെ സുപ്രധാനമായ ഒരു നിമിഷത്തിലാണ് നാം ഇപ്പോൾ ഒത്തുചേർന്നിരിക്കുന്നത്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നമ്മുടെ ഇരു സർക്കാരുകളും വലിയൊരു ചുവടുവെപ്പ് നടത്താൻ പോവുകയാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. നേരത്തെ ഞായറാഴ്ച കരാർ ഒപ്പിടുന്ന കാര്യം ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ സ്ഥിരീകരിച്ചിരുന്നു. ഇതൊരു തലമുറയിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന കരാറാണെന്ന് അദ്ദേഹം എക്സിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞു. ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി വളരുന്ന സാഹചര്യത്തിൽ 140 കോടി ജനങ്ങളുള്ള ഒരു വിപണിയിലേക്ക് ന്യൂസിലൻഡിലെ കയറ്റുമതിക്കാർക്ക് മുൻപെങ്ങുമില്ലാത്ത വിധം പ്രവേശനം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതുവർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 2025 മാർച്ചിലാണ് ഈ വ്യാപാര കരാറിനായിട്ടുള്ള ചർച്ചകൾ പുനരാരംഭിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. 2025 ഡിസംബറോടെ ചർച്ചകൾ പൂർത്തിയാക്കി കരാർ ഉറപ്പിച്ചു. ഇന്ത്യയുടെ ഏറ്റവും വേഗമേറിയ FTA നടപടിക്രമങ്ങളിൽ ഒന്നാണിത്. ന്യൂസിലൻഡിലെ പ്രധാന കക്ഷികളെല്ലാം കരാറിനെ പിന്തുണയ്ക്കുന്നുവെന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. കരാർ നിലവിൽ വരുന്നതോടെ 8284 ഉൽപ്പന്നങ്ങൾക്ക് ന്യൂസിലൻഡ് വിപണിയിൽ 100% നികുതിരഹിത പ്രവേശനം ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ലഭിക്കും. പ്രാഥമിക വ്യവസ്ഥകൾ പ്രകാരം തുകൽ ഉൽപ്പന്നങ്ങൾ, കൈത്തറി, കരകൗശല വസ്തുക്കൾ എന്നിവയുൾപ്പെടെ ഏകദേശം 70% ഇന്ത്യൻ ചരക്കുകൾക്ക് നികുതിയില്ലാതെ ന്യൂസിലൻഡിലേക്ക് കയറ്റി അയക്കാം. കമ്പിളി, മരം, കൽക്കരി, വീഞ്ഞ്, പഴങ്ങൾ തുടങ്ങി ന്യൂസിലൻഡിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഭൂരിഭാഗം ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി തീരുവ ഇന്ത്യ നീക്കം ചെയ്യുകയോ കുറയ്ക്കുകയോ ചെയ്യും. ഇത് ന്യൂസിലൻഡിലെ കർഷകർക്കും കയറ്റുമതി മേഖലയ്ക്കും വലിയ കരുത്താകും. എന്നാൽ പ്രാദേശിക കർഷകരെയും വ്യവസായത്തെയും സംരക്ഷിക്കുന്നതിനായി പാൽ ഉൽപ്പന്നങ്ങൾ, ഉള്ളി, പഞ്ചസാര, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഭക്ഷ്യ എണ്ണകൾ തുടങ്ങിയ തന്ത്രപ്രധാനമായ ചില ഇന്ത്യൻ മേഖലകളെ ഈ ഇളവുകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കി ഏകദേശം $500 കോടി എത്തിക്കുകയാണ് ഈ കരാറിലൂടെ ലക്ഷ്യമിടുന്നത്. നിലവിലെ വ്യാപാര നിരക്കിൽ നിന്നുള്ള വലിയൊരു കുതിച്ചുചാട്ടമായിരിക്കും ഇത്. അടുത്ത 15 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ $2000 കോടി വരെ നിക്ഷേപിക്കുമെന്ന് ന്യൂസിലൻഡ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. സേവന മേഖല, നിർമ്മാണം, സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിലാകും പ്രധാനമായും ഈ നിക്ഷേപം പ്രതീക്ഷിക്കുന്നത്. വർഷം തോറും 5000 ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് വിസയും 1000 പേർക്ക് വർക്ക് ആൻഡ് ഹോളിഡേ വിസയും കരാർ വാഗ്ദാനം ചെയ്യുന്നു. IT, ആരോഗ്യ സംരക്ഷണം, നിർമ്മാണം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ഈ വിസകൾ ലഭ്യമാകും. കൂടാതെ കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും പഠനാനന്തര തൊഴിലവസരങ്ങളും വർദ്ധിക്കും. കരാർ നടപ്പിലാകുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരക്ക് സേവന വിനിമയം വർദ്ധിക്കും. ന്യൂസിലൻഡിൽ നിന്നുള്ള പാൽ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയെക്കുറിച്ച് ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ആഭ്യന്തര വ്യവസായത്തെ സംരക്ഷിക്കുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. കരാറിനെക്കുറിച്ച് സ്റ്റെർലിംഗ് ആഗ്രോ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഡയറക്ടർ റെവിൻ സലൂജ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ പാൽ ഉൽപ്പന്നങ്ങളുടെ സംരക്ഷണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാക്കിയിരിക്കുകയാണ്. ആഗോള പാൽ വ്യാപാരത്തിൻ്റെ 3/1 കൈകാര്യം ചെയ്യുന്നത് ന്യൂസിലൻഡാണ്. അതിനാൽ ഇറക്കുമതി തീരുവയിലൂടെ ഇന്ത്യയെ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. ഈ കരാർ നേരിട്ടുള്ള പാൽ ഇറക്കുമതി ഉറപ്പാക്കുന്നില്ലെങ്കിലും ഇന്ത്യൻ കമ്പനികൾക്ക് അവരുടെ നിലവാരം ഉയർത്താൻ ഇത് പ്രേരണയായേക്കും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ.